ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതായത് കൊറോണ വന്ന സമയത്ത് ഈ ലോകം മൊത്തം അടച്ചിരിക്കുകയായിരുന്നില്ലേ. അതായത് ഒരു മെജോറിറ്റി ഓഫ് ദ ബിസിനസ്സുകളെല്ലാം അടച്ചിരിക്കുകയായിരുന്നു. എല്ലാവരുടെയും പ്രശ്നം, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മുടെ എക്കോണമിയിൽ പൈസ ഉണ്ടായിരുന്നില്ല, ക്യാഷ് ഫ്ലോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് പൈസ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലോകത്തുള്ള മേജർ രാജ്യങ്ങളുടെ എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റുകൾ പൈസ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പൈസ അച്ചടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അതാത് രാജ്യങ്ങളുടെ കറൻസി വാല്യൂ കുറയണ്ടേ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നോക്കി 2020 US$ എന്താ പറ്റിയെന്നുള്ളത് നോക്കാനായിട്ട് USD/INR എന്ന് ടൈപ്പ് ചെയ്തു. 2020 എന്ത് പറ്റിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. 2020 മാർച്ചിലായിരുന്നു കൊറോണ ഉണ്ടായിരുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഫെബ്രുവരി, മാർച്ചിൽ 75 ഉണ്ടായിരുന്നത് ഏകദേശം ഏപ്രിൽ, മെയ് ഒക്കെ ആവുമ്പോഴും തന്നെ 73. അതായത് 2% ആകെ കുറഞ്ഞത്. പക്ഷെ ഈ 2% കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് കയറിയത് എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കയറി. 72 90 US$ കമ്പാരിസൺ ടു INR. ഇന്ത്യയിൽ എന്തായാലും പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക പ്രശ്നം പറ്റിയിട്ടില്ല. US എക്കോണമിയിൽ കൊറോണ കഴിഞ്ഞിട്ട് US ഗവൺമെൻറ് നോട്ട് അച്ചടിച്ച് അത് സർക്കുലേറ്റ് ചെയ്തു. 3-4 ട്രില്യൺ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സർക്കുലേറ്റ് ചെയ്തിട്ടും US$ വാല്യൂ ഇടിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുണ്ട്. അപ്പോൾ ആ ടൂളിൽ ഇങ്ങനെ ചോദിച്ചു, അതായത് കൊറോണ വന്ന സമയത്ത് ഏതൊക്കെ കൺട്രീസാണ് നോട്ട് അച്ചടിച്ചതെന്നുള്ളത്. അപ്പം നോട്ട് അച്ചടിച്ചതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. വിച്ച് ഓൾ കൺട്രീസ് ഡിഡ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഡ്യൂറിങ് 2020 പാൻഡമിക് ആൻഡ് ഇൻ വാട്ട് വേസ്. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏകദേശം $700 ബില്യൺ അടുത്ത് നോട്ട് പ്രിൻ്റ് ചെയ്ത് അത് എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യൂറോപ്പിൻ്റെ സെൻട്രൽ ബാങ്കാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. അവരും ഏകദേശം $700 ബില്യൺ അടുത്ത് അച്ചടിച്ച് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. UK-യും ഇതേപോലെ തന്നെ അവർ എമൗണ്ട് കൊടുത്തിട്ടില്ല, പക്ഷെ അത്രയും എമൗണ്ട് അച്ചടിച്ച് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ജപ്പാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ കാനഡ, സ്വീഡൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെയുള്ള എല്ലാ കൺട്രീസ്. അതേപോലെ എമർജിങ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബ്രസീൽ, മെക്സിക്കോ, ഹംഗറി, സൗത്ത് ആഫ്രിക്ക, ഫിലിപ്പീൻസ്, അങ്ങനെയുള്ള ഒരുവിധം കുറേ കൺട്രീസ് ഒരുമിച്ച് നോട്ട് അച്ചടിച്ചത് കൊണ്ട് അപ്പോൾ ഇത് US$ കമ്പയർഡ് ടു ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ അമേരിക്കക്കാരൻ അച്ചടിച്ചു, ഇന്ത്യക്കാരും അച്ചടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ്റെ മൂല്യം എത്ര കുറഞ്ഞിട്ടുണ്ടോ അത്രയും തന്നെ ഇന്ത്യൻ്റെ മൂല്യം കുറഞ്ഞത് കൊണ്ട് USD/INR താഴ്ന്നില്ല. അപ്പോൾ ലോകത്തുള്ള എല്ലാ സെൻട്രൽ ബാങ്കുകളും ഒരുമിച്ച് അച്ചടിച്ചു കഴിഞ്ഞാൽ അത്രയും പൈസ ലോകത്ത് വരികയും ചെയ്തു. പക്ഷെ ഒരു കറൻസിൻ്റെ മൂല്യം പോലും കുറഞ്ഞില്ല.
എന്താല്ലേ. അപ്പം എൻ്റെ അടുത്ത ചോദ്യം, ഈ ക്യാഷ് വന്നു, ഈ ക്യാഷ് എന്താ പറയുക, ബാങ്കുകൾ, അതായത് ഗവൺമെൻറ് എക്കോണമിയിലോട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫണ്ട് എവിടെ പോയി എന്നറിയണ്ടേ. എക്കോണമിയിലോട്ട് പമ്പ് ചെയ്തു, എക്കോണമിയിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടി. അതേ സമയം ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പല എക്കോണമീസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലോകത്ത് മൊത്തം മാർക്കറ്റിംഗ് നടന്നു. അതായത് ആൾക്കാരെ കൊണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് എല്ലാ മാർക്കറ്റുകളിനെയും ബൂസ്റ്റ് ചെയ്തു. അപ്പോൾ 2020 മുതൽ 2025 വരെ വന്ന വളർച്ചയാണ് പിന്നെ ഞാൻ ചോദിച്ചത്. അതായത് പെർസെൻറ്റേജ് ഗ്രോത്ത് ആൻഡ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഓൺ സ്റ്റോക്സ് അണ്ടർ മേജർ ഇൻഡെക്സസ് ഓഫ് USA, യൂറോപ്പ്, UK, ഇന്ത്യ, ചൈന, ജപ്പാൻ, തായ്വാൻ. അങ്ങനെ ചോദിച്ചപ്പോൾ മനസ്സിലായത്, അമേരിക്ക, അതായത് USA മേജർ ഇൻഡെക്സുകളാണ് S&P 500, ഡൗ ജോൺസ്, നാസ്ഡാക്ക്. ഈ 3 ഇൻഡെക്സുകളിലായിട്ട് 58 ട്രില്യൺ, 10 ട്രില്യൺ. നാസ്ഡാക്കിൻ്റെ പറഞ്ഞിട്ടില്ല, അതും ഏറ്റവും കൂടുതലാണ്. ഓൾമോസ്റ്റ് പറയാൻ പറ്റും 50 ട്രില്യൺ ആണെന്നുള്ളത്. യൂറോപ്പ് എടുത്താലോ, യൂറോപ്പിൻ്റെ വെസ്റ്റ് 50-ലായിട്ട് 5 ട്രില്യൻ്റെ അടുത്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. UK എടുത്താലോ, UK-യിൽ 2.5 ട്രില്യൺ. 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം കോടിയാണ്. അതായത് 2.5 ലക്ഷം കോടി രൂപയാണ്, കോടി പൗണ്ടാണ് UK-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് 2500 ലക്ഷം കോടി രൂപ. യൂറോയും ഏകദേശം 100ൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 500 ലക്ഷം കോടി രൂപ. ഇത്രയൊക്കെയാണ് 2020 മുതൽ 2025 വരെ ഓരോ സ്റ്റോക്ക് മാർക്കറ്റുകളിലും നാട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജപ്പാന്, തായ്വാന്, ചൈന, ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഏകദേശം 400 ട്രില്യണാണ്. അതായത് 400 ലക്ഷം കോടി രൂപ എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ എന്നിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി എത്രത്തോളം പെർസെൻറ്റേജ് ഇതിൻ്റെയൊക്കെ ഇൻഡെക്സുകൾ വളർന്നുണ്ടെന്ന് നോക്കാം. അതായത് USA ഓൾമോസ്റ്റ് 150%, 200 ഓൾമോസ്റ്റ് 200% അടുത്ത്, അതായത് 4 ഇരട്ടി വളർന്നിട്ടുണ്ട് സ്റ്റോക്ക് പ്രൈസുകൾ. അത്രയും ഇൻഫ്ലേറ്റ് ആയിട്ടുണ്ട്. യൂറോപ്പിൻ്റെ ഏകദേശം 70% ഇൻഫ്ലേറ്റ് ആയിട്ടുണ്ട്. UK-ൻ്റെ അധികമായിട്ടില്ല. ഇന്ത്യൻ്റെ ഏകദേശം 85% അതായത് 100% എന്ന് പറഞ്ഞാൽ ഇരട്ടിയായി. ഏകദേശം ഇരട്ടിൻ്റെ അടുത്തോളം വർദ്ധിച്ചിട്ടുണ്ട്. ചൈനൻ്റെ ഏകദേശം 50%, ജപ്പാൻ്റെയും തായ്വാൻ്റെയും ഏകദേശം 100%. അതായത് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ഇരട്ടിച്ചു. അപ്പോൾ ശരിക്കും കൊറോണ വന്നതുകൊണ്ട് ലോകത്തുള്ള എല്ലാ സെൻട്രൽ ബാങ്കുകൾക്കും ഫ്രീ ആയിട്ട് പണം പ്രിൻ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ കൊറോണയ്ക്ക് മുന്നേ ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയും, അതായത് പണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ സ്റ്റോക്സ് പോർട്ട്ഫോളിയോ എല്ലാം ഈ അച്ചടിച്ച പൈസ കൊണ്ട് അവർ ഡബിളും ട്രിപ്പിളും ആക്കി. അപ്പോൾ ശരിക്കും ഈ കൊറോണ വന്നതുകൊണ്ട് റിച്ചായിട്ടുള്ള ആൾക്കാർ നല്ലോണം റിച്ചായി. പാവപ്പെട്ടവർക്ക് ജോലി കിട്ടി. പാവപ്പെട്ടവർ അധ്വാനിച്ച് പൈസ മൊത്തം പണക്കാരന്മാരുടെ പോർട്ട്ഫോളിയോ കൂട്ടാനായി ഉപയോഗിച്ചു. എന്നിട്ടോ ഇനി ഇരട്ടിച്ചു. ഈ ഇരട്ടിച്ച് ഏകദേശം പീക്ക് എത്തുന്ന സമയത്താണ് പണക്കാരെന്ത് ചെയ്യുക, അവരുടെ റിട്ടേൺസ് മൊത്തം എടുക്കുക. പക്ഷെ റിട്ടേൺസ് എടുത്താലും മാർക്കറ്റ് വീഴില്ല. കാരണം എന്താണ്, പാവപ്പെട്ടവന്മാർ അപ്പോഴും അധ്വാനിച്ചുകൊണ്ട് ആ മാർക്കറ്റിലോട്ട് പൈസ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ പാവപ്പെട്ടവന്മാരുടെ ജോലി അപ്പോഴായിരിക്കും മാർക്കറ്റ് താഴോട്ട് വീഴുക. അപ്പോഴേക്കും തന്നെ പണക്കാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ഇരട്ടിച്ച സ്റ്റോക്ക് മൊത്തം പാവപ്പെട്ടവർ
തലയിൽ വെച്ചിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് ഒഴിയും. മാർക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? മാർക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷ് ആവും. മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഈ പണക്കാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോണ്ടുകളിൽ പൈസ നിക്ഷേപിക്കും. കൊറോണൻ്റെ സമയത്തും അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും ബോണ്ടിൻ്റെ വാല്യൂ എന്തായെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബോണ്ട് എന്ന് പറയണത് ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിന് എപ്പോഴെങ്കിലും പൈസ വരുന്ന സമയത്ത് ഗവൺമെൻറ് അച്ചടിക്കുന്ന ഒരു എഗ്രിമെൻ്റ് പേപ്പറാണ്. അതായത് നമ്മൾ ഗവൺമെൻറ്റിന് പൈസ കടം കൊടുക്കുകയാണ്. അപ്പോൾ പൈസ കടം കൊടുക്കുമ്പോൾ ഗവൺമെൻറ് ഒരു പേപ്പർ തരാണ്. എല്ലാ വർഷവും ഇത്ര ശതമാനം വെച്ചിട്ട് ഇതിന് അടയ്ക്കാം, ഇത്ര വർഷം 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്ന പൈസ അതേപോലെ തിരിച്ചു തരാമെന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഉറപ്പ് തരാണ്. ഇതേപോലെ ഓരോ ഗവൺമെൻറ്റിനും അവരുടേതായിട്ടുള്ള ബോണ്ടുകളുണ്ട്. അപ്പോൾ ആദ്യം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബോണ്ട് നോക്കാം. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബോണ്ട് നോക്കുമ്പോൾ അതിൽ കാണുന്നത് നോക്കിയേ, ഏകദേശം 2019 തൊട്ടിട്ട് തന്നെ എന്തോ വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. ആ പ്രശ്നം കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ മറന്നു, കൊറോണ വന്നതോടുകൂടി. അതൊരു വശത്തിരിക്കട്ടെ. ഏകദേശം ഏപ്രിൽ 2020 ഇത് മാസത്തെ ചാർട്ടാണ്. ഏകദേശം ഏപ്രിൽ 2020 100 രൂപയായിരുന്ന ബോണ്ട് ഇടിഞ്ഞ് റഷ്യ ഉക്രൈൻ വാറാകാൻ വേണ്ടി തന്നെ എന്തായി, 92ആയി. അതായത് 10% ഇടിഞ്ഞു. 10% ഇടിയുമ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇടിഞ്ഞ് താഴെ എത്തുന്ന സമയത്ത് അവർ ഈ ബോണ്ട് വാങ്ങിച്ചു വയ്ക്കും. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മാസം 10% സുഖമായിട്ട് കിട്ടും. ഇത് പോരാഞ്ഞിട്ട് ഈ ബോണ്ടിന് എത്ര പലിശ ആണ് ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തതെന്ന് നോക്കാം. അതാണ് ബോണ്ട് ഈൽഡ്. ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ 2020 ബോണ്ട് ഈൽഡ് കുറവായിരുന്നു. 2022 റഷ്യ ഉക്രൈൻ വാർ ആകുമ്പോഴേക്കും തന്നെ എത്രയായി? ബോണ്ട് ഈൽഡ് 6.5%. മാസം 6.5% ഇൻട്രസ്റ്റ് കിട്ടുന്ന ബോണ്ടുകളാണ് അവർ വളരെ ചീപ്പായിട്ട് 92 രൂപയ്ക്ക് വാങ്ങിച്ചത്. ആ 92 രൂപയ്ക്ക് വാങ്ങിച്ച ബോണ്ടിൻ്റെ ഇപ്പോഴത്തെ മൂല്യം എത്രയാണ് നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ച് പഴയ ചാർട്ടിലോട്ട് പോകാം. അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം നോക്കുകയാണെങ്കിൽ 92 രൂപയ്ക്ക് വാങ്ങിച്ചത് ഏകദേശം 102 ആയിട്ടുണ്ട്. അത് അപ്പോൾ 102 അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. 2030 ഇത് എക്സ്പയർ ആവുന്നത്. അപ്പം 102 എന്നുള്ളത് 2030 ആവുമ്പോൾ തന്നെ അവരൊരു 105 അല്ലെങ്കിൽ അങ്ങനെ 105 110 റേഞ്ചിൽ ഒഴിവാക്കും 2030 ആകുമ്പോൾ. കാരണം 2030 ആകുമ്പോൾ ഇത് എക്സ്പയർ ആവും. അപ്പോൾ 110 രൂപ, 92 110 എന്ന് പറഞ്ഞാൽ 18 രൂപ. 18% ആവറേജ് ലാഭം 10 കൊല്ലം കൊണ്ട് കിട്ടുകയും ചെയ്തു. അതല്ലാതെ എല്ലാ കൊല്ലവും 6% വെച്ചിട്ട് വേറെ അഡീഷണൽ ലാഭം കിട്ടി. അപ്പോൾ ഈ ബോണ്ടിൻ്റെ മൂല്യം കുറയണമെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരണം. അതുകൊണ്ടാണ് ഈ 2022 ആ സമയത്ത് റഷ്യ ഉക്രൈൻ വാർ വന്നത് കൊണ്ടാണ് ഈ ബോണ്ടിൻ്റെ മൂല്യം കുറഞ്ഞത്. ഇനിയിപ്പോൾ ഞാനത് വേണമെങ്കിൽ USA കാണിച്ചു തരാം. US 10-year ബോണ്ട് കണ്ടോ? 2020 $108 അടുത്ത് ഉണ്ടായിരുന്ന US 10-year ബോണ്ട് ഏകദേശം റഷ്യ ഉക്രൈൻ വാർ ആകുമ്പോഴും തന്നെ 90 അടുത്തായി. ഈൽഡും അതേപോലെ തന്നെ കൂടിയിട്ടുണ്ട്. ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് പ്രിൻസിപ്പളിലാണ് ഇവർ ഈ ബോണ്ട് വാങ്ങിച്ചത് USA. ഇനിയിപ്പോൾ യൂറോപ്പ് കാണിച്ചു തരാം. മാർച്ചിൽ 106 രൂപ ഉണ്ടായിരുന്ന സാധനം
കൊറോണയും റഷ്യ യുക്രൈൻ വാർ എല്ലാം കൂടെ ആവുമ്പോൾ തന്നെ 90 85 ആ റേഞ്ചിലായി. ഏകദേശം 20 യൂറോൻ്റെ അടുത്ത് മെച്ചം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഇനി ഇവർ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തിന് ഈ ബോണ്ട് കൈവയ്ക്കും. ഇതൊന്ന് മാസം ഇൻട്രസ്റ്റ് വരും. ഈ ഇൻട്രസ്റ്റ് കൊണ്ട് വേറെ പരിപാടികൾ നോക്കും. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് പണക്കാരെപ്പോഴും പണക്കാരായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ പണക്കാർ നമ്മുടെ തലയിൽ വെച്ച് തന്നിരിക്കുന്ന സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ടെല്ലാം എന്താകുന്നുള്ളതിൻ്റെ കുറച്ചും കൂടെ ഒരു ഡീപ്പർ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ ടേക്ക് കെയർ എവ്രിവൺ.